ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരാൾ എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, അതിനുള്ള ആൻസറും. ചോദ്യം ഇതാണ്: ഞാൻ നോ കോണ്ടാക്ട് റൂള് അപ്ലൈ ചെയ്തിട്ടുണ്ട്, എനിക്കത് എപ്പോഴാണ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുക, എപ്പോഴാണ് ആ വ്യക്തിയെ എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുക? അഥവാ മിക്കവാറും അത് എക്സ് ആയിരിക്കും. മുമ്പ് റിലേഷൻഷിപ്പിലായിരുന്ന ഒരു വ്യക്തിയുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസിന്റെ പേരിൽ ബ്രേക്കപ്പ് ആയി, അതിനുശേഷം നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്തു. ആ നോ കോണ്ടാക്ട് റൂൾ എപ്പോൾ ബ്രേക്ക് ചെയ്യാൻ പറ്റും, പിന്നെ അതേപോലെ തന്നെ എപ്പോൾ മെസ്സേജ് അയക്കാൻ പറ്റും, എപ്പോൾ ടെക്സ്റ്റ് ചെയ്യാൻ പറ്റും, ഇതൊക്കെ എല്ലാവർക്കും ഉള്ള സംശയമായിരിക്കും. എന്തായാലും ആ വ്യക്തിയുമായിട്ട് നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന പല ആളുകളും ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, നമുക്കത് ബ്രേക്ക് ചെയ്യാം, പക്ഷെ കുറച്ച് ടൈം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. കുറച്ച് കാലം നമ്മൾ പിടിച്ചു നിൽക്കണം. എത്ര കാലം, എത്ര ദിവസം എന്നുള്ളതൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറയാം. ആദ്യമായിട്ട് ഈ ബ്രേക്കപ്പിന്റെ റീസൺ എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള എന്തെങ്കിലും പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? അവർക്ക് ടെക്സ്റ്റ് ചെയ്യണം. അവർക്ക് ടെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ അതിനൊരു മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള, സോറി പറഞ്ഞുകൊണ്ടുള്ള ഒരു മെസ്സേജാണ് നിങ്ങൾ അയക്കേണ്ടത്. ആ മെസ്സേജ് അയച്ചു, അത് അവർ സീൻ ചെയ്തു, നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് നോ കോണ്ടാക്ട് റൂള് അപ്ലൈ ചെയ്തു തുടങ്ങാവുന്നതാണ്. അങ്ങനെ അപ്ലൈ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 21 ദിവസത്തിന്, നമ്മൾ 30 days ആണ് പറയുക, പക്ഷേ ഒരു 21 ദിവസത്തിന് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? അവരെ കോണ്ടാക്ട് ചെയ്യരുത്. ഓക്കെ, നോ കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും അവരെ പോയിട്ട് അവരുടെ മെസ്സേജ്, സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഫോട്ടോസ് ഇതൊന്നും ചെക്ക് ചെയ്യാനൊന്നും പോകരുത്. കംപ്ലീറ്റ് നോ കോണ്ടാക്ട് ആയിരിക്കണം. അങ്ങനെ ഒരു വ്യക്തിയെ ലൈഫിൽ ഇല്ല എന്നുള്ള രീതിയിൽ ചിന്തിച്ച് നിങ്ങളുടെ കാര്യങ്ങളിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ആഫ്റ്റർ 21 ഡേയ്സിന് ശേഷം രണ്ടാമത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അവർക്ക് മെസ്സേജ് അയക്കാം. ആ മെസ്സേജ് അയക്കുന്നത് പുതുമയുള്ള ഒരു മെസ്സേജ് ആയിരിക്കണം. പഴയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടുള്ള മെസ്സേജ് ആയിരിക്കരുത്. എന്തെങ്കിലുമൊക്കെ നിങ്ങളിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് തോന്നണം. എന്തെങ്കിലും പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാം. എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പം എവിടെയാണ്, എങ്ങനെ പോകുന്നു ജോലി, അങ്ങനെ ഒരു ഗുഡ് മോർണിംഗ് അങ്ങനെയൊക്കെ വിഷ് ചെയ്തുകൊണ്ട് ചെറിയ രീതിയിലുള്ള ചാറ്റിംഗ് നിങ്ങൾക്ക് ആരംഭിക്കാവുന്നതാണ്. എപ്പോൾ? ആഫ്റ്റർ 21 ഡേയ്സിന് ശേഷം. അതിനുശേഷം ഒരു 7 ഡേയ്സോളം ഒരു ചാറ്റിംഗ് പീരിയഡാണ്, ടെക്സ്റ്റിംഗ് പീരിയഡാണ്. അത് ഓവറായിട്ട് ഇങ്ങോട്ട് റിപ്ലൈ കിട്ടാതെ അങ്ങോട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കരുത്. റിപ്ലൈ കിട്ടുന്നുണ്ടെങ്കിൽ കൂടി ചെറിയ രീതിയിൽ മാത്രമേ മെസ്സേജിങ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ മെസ്സേജ് അയച്ചതിന് ശേഷം ഒരു 7 ഡേയ്സ് കൂടി കഴിഞ്ഞാൽ, ഒരു 28 ദിവസം കഴിഞ്ഞാൽ ഒരു 3 ഡേയ്സ് പീരീഡ് എന്ന് പറയുന്നത് മൂന്നാമത്തെ സ്റ്റേജാണ്. ആ സ്റ്റേജിൽ നിങ്ങൾക്ക് ഞാനൊന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിച്ച് വിളിക്കാൻ സമ്മതം കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം, സംസാരിക്കാം. പഴയ രീതിയിലോട്ട് ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ച് എൻഗേജ്ഡ് ആവാൻ വേണ്ടി ശ്രമിക്കുക. പഴയ കാര്യങ്ങൾ ഒരിക്കലും പറയരുത് എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, അങ്ങനെ എൻഗേജ്ഡ് ആയി കഴിഞ്ഞാൽ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അങ്ങനെ ഈ 3 ദിവസത്തെ ടോക്കിംഗ് കൂടി കഴിയുമ്പോൾ ആഫ്റ്റർ 31 ഡേയ്സിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 31 ഡേയ്സ് എന്ന് പറയുമ്പോൾ 21 ദിവസം നോ കോണ്ടാക്ട് പീരിയഡാണ്, 7 ഡേയ്സ് ടെക്സ്റ്റിംഗ് പീരിയഡാണ്, 3 ഡേയ്സ് കോളിംഗ് പീരിയഡാണ്. അതിനുശേഷം ഒരു സെക്കൻഡ് മീറ്റപ്പ്, അല്ലെങ്കിൽ ഇതിന് ശേഷമുള്ള ഫസ്റ്റ് മീറ്റപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, എക്സുമായിട്ട്. ആ മീറ്റപ്പ് നിങ്ങൾക്ക് വളരെയധികം സക്സസ്ഫുൾ ആക്കാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സിനെ അട്രാക്റ്റ് ചെയ്യാനും എക്സുമായിട്ട് പുതിയൊരു ജീവിതം ആരംഭിക്കാനും കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് നോക്കിക്കേ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും. അപ്പം ഞാൻ പറഞ്ഞ മാർഗങ്ങളിലൂടെയൊക്കെ ഒന്ന് പോയി നോക്കുക. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ താഴത്ത് വന്നിട്ട് കമൻറ്റ് ചെയ്യുക. അത് ബാക്കിയുള്ളവർക്ക് ഇത് ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനമായിരിക്കും. എന്തായാലും നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ലവ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ആളുകളിലോട്ടൊക്കെ ഈ ഒരു ചാനലിനെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അവർക്കത് വളരെ യൂസ്ഫുൾ ആകുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യുക. നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള വലിയ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനുള്ള സൊല്യൂഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുകയും ചെയ്യാവുന്നതാണ്.